ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആട്ടോ. സൺഡേ വ്ളോഗാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണവും കൂടിയുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണ് കല്യാണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു രണ്ടേകാലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര നേരത്തെ എഴുന്നേറ്റത് 4 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2:15 എഴുന്നേറ്റത്. അപ്പോൾ നമ്മുടെ ജോലി എടുക്കാം. എനിക്കിപ്പോൾ മക്കൾ വരണില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. രാവിലത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കി അവർക്കുള്ളത് വെക്കണം. അപ്പാപ്പനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഒരു അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇഡലിയൊക്കെ ആകുമ്പം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇഡലി തട്ടിലൊഴിച്ച് വെച്ചാൽ ആ ഒരു പ്രാവശ്യത്തെ മതിയല്ലോ, മക്കൾക്കും അപ്പാപ്പനും മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം വേവിച്ചാൽ നമുക്ക് ഇഡലി അത് മതി. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് അത് കറിയും കൂടി വെച്ച് ഉച്ചയ്ക്കുള്ള കറിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ച് രാവിലെ നമുക്ക് ഇപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് പോകാനായിട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകും. ഈ സമയത്ത് ഇറങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ചിക്കൻ ഞാൻ വാങ്ങി കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കുള്ളത് മാത്രം നമുക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടി വെക്കണ്ടല്ലോ. നമ്മൾ വൈകിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് വെളുപ്പിനെ അവർക്കുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇഡലി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റൈസും കൂടി വേവിക്കാൻ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണത്. അപ്പോൾ അതാകുമ്പോൾ വേറെ ഒരു കറിയൊന്നും ചിക്കൻ മാത്രമൊക്കെ മതിയാവും. വേറെ പപ്പടം ഉണ്ടെങ്കിൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പപ്പടം നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ തന്നെ കൂട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള റൈസും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കണക്കെന്ന് പറഞ്ഞാൽ കുക്കറിലാണ് സാധാരണ നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ കുക്കറിലുണ്ടാക്കും. പിന്നെ നമുക്ക് ഗസ്റ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കലത്തിൽ റൈസ് വേവിക്കുന്നത്. കുക്കറിലാവുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് കണക്കിന് വെള്ളം വെച്ചാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ അടുപ്പത്ത് അരി ഇട്ടതിന് ശേഷം നമ്മൾ പ്രഷർ വന്ന് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് സിമ്മിലാക്കി വെച്ച് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ആ പ്രഷർ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടാവും. ആ ഒരു കണക്കാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കത് പറ്റിയല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ അളവിൽ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് മാത്രമാണ് കലത്തിലിടുന്നത്. കലത്തിലിടുമ്പോൾ ഇത്തിരി അധിക സമയം നമുക്ക് പിന്നെ നമുക്ക് റൈസ് വേവണമല്ലോ. ഇപ്പം നമ്മുടെ ഈ 10 മിനിറ്റ് എന്നുള്ളത് പോരാ. നമ്മൾ കലത്തിലിടുമ്പോൾ നമുക്കത് വെന്തോന്ന് നോക്കി നമ്മൾ ഊറ്റിക്കളയാണല്ലോ ചെയ്യണം അതിൻ്റെ വെള്ളം. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് പാകമായി വറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചൂടോടുകൂടി നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും. പക്ഷേ അത് നമ്മളൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞ് ഒന്ന് ഉടച്ച് കൊടുത്താൽ നമ്മൾ ഓരോ അരിയും നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കറക്റ്റ് പാകമാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നമ്മളൊന്ന് മൂപ്പിച്ച് ഇടുമല്ലോ നെയ്യിൽ തന്നെ. അതും വറുത്ത് ഇട്ട് നമ്മുടെ ചോറെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ പിന്നെ തലേ ദിവസം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റൈസിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റും കൂടി ഇടും കേട്ടോ. അതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും നമ്മുടെ ക്യാരറ്റും ഒന്ന് വഴറ്റി അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ചോറിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അത് തണുത്തതിന് ശേഷവും കൂടി നമ്മുടെ ബാക്കിയുള്ള ജോലികൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് തണുത്തും കൂടി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ തണുത്തതിന് ശേഷവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ അത് ചോറ് ഒന്നൊന്നായിട്ട് ഇങ്ങനെ വിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണത്. പിന്നെ നമുക്ക് പിന്നെയുള്ളത് ജോലി എന്ന് പറയുന്നത് ചമ്മന്തി അരച്ച് വെക്കുക എന്നുള്ളതാണ്. ഇഡലിക്ക് ചമ്മന്തിയും കൂടി ഞാൻ ഈ കൂടത്തിൽ തന്നെ അരച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് 4 മണിക്ക് പുറപ്പെടണമല്ലോ. അപ്പോൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി കുളിക്കാനും പിന്നെ നമ്മൾ ഒരുങ്ങാനൊക്കെ പോയത്. അപ്പോൾ എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടില്ല എങ്കിൽ പിന്നെ പിള്ളേർ വരുമ്പോൾ
അതും അവർ ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് ശീലമില്ലല്ലോ. ഞാനൊരു കാര്യം അങ്ങനെ ഇപ്പോൾ പിള്ളേരല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ അത്യാവശ്യ കാര്യത്തിന് മാത്രം വിളിച്ചാലൊന്ന് വരും. അപ്പോൾ മക്കളല്ലേ പിള്ളേരല്ലേ ഈ സമയത്തൊക്കെ അല്ലേ അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരധികം ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാലും ഞാൻ പറയും ക്ലീൻ ചെയ്തിട്ടുണ്ട്, വരുമ്പോഴും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നതുകൊണ്ട് അവരത് തന്നെ ക്ലീൻ ചെയ്തിടും. ഇപ്പോൾ സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാം പാത്രം ഒന്ന് കഴുകാൻ പറഞ്ഞാലൊക്കെ കഴുകുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ അങ്ങനെ നമുക്കിപ്പം അതിന് അവരത്രയും ബുദ്ധിമുട്ടിക്കില്ല. അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ ജോലി മാത്രം കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു തിരക്കിട്ട് പോകണമല്ലോ. അപ്പോൾ 3-3:30 ആയപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് വേഗം ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ഒരു 4 മണിക്ക് തന്നെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 50 പേരിൽ നമ്മൾ ബസ്സിലാണ് പോണത്. ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 50 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഗുരുവായൂരാകുമ്പോൾ നമുക്ക് പ്രായം നമ്മുടെ വയ്യായികയോ ഒന്നും നമ്മൾ പിന്നെ ഓർക്കുകയില്ലല്ലോ. നമ്മൾ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴാം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും എല്ലാവരും നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്കൊക്കെ പോകണം. അല്ലെങ്കിൽ നമ്മൾ ലോങ്ങിലാണ് വേറെ കല്യാണമെങ്കിൽ വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഈ ലോങ് യാത്രയൊക്കെ സാധാരണ ഇത്രയും കൂടി മുതിർന്ന ആൾക്കാരൊക്കെ ഒന്ന് ഒഴിവാക്കും. എന്നാന്ന് പറഞ്ഞാൽ അവരുടെ വന്നു കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഓർത്ത്. പക്ഷേ ഇത് അമ്പലത്തിലായതുകൊണ്ട് നമ്മൾ അതൊന്നും വകവയ്ക്കാതെ വന്ന ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 4:30 ആയപ്പോൾ നമ്മൾ വണ്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നു കേട്ടോ. അങ്ങോട്ടുള്ള യാത്രയും നമ്മൾ അറിഞ്ഞില്ല. രാവിലെയുള്ള ചൂടും കാര്യങ്ങളൊന്നുമില്ല. മഴ സാധാരണ പെയ്യണതാണ്. ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ, പക്ഷേ ഞങ്ങൾ ചെല്ലണ സമയത്തൊക്കെ താലികെട്ടൊക്കെ നേരത്തെ തന്നെയായിരുന്നു. 8 മണിക്കായിരുന്നു കേട്ടോ അമ്പലത്തിലുള്ള ചടങ്ങ്. പിന്നെ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട്, ഇപ്പം അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ 8 മണിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ എന്നാലും എത്തിപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് ചെന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മണവാട്ടി പെണ്ണ് ആണ്. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ അവർ പിന്നെ അമ്പലത്തിലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് അവർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന പരിചയം ഉള്ള നമ്മൾ ഇവിടുന്ന് പോയവർ മാത്രമല്ലേ അറിയുള്ളൂ. അപ്പം നമ്മളങ്ങനെ കല്യാണമൊക്കെ കൂടി അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം ഇങ്ങനെ ഫോട്ടോ എടുക്കുക, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തർ വന്ന് മണവാട്ടീനെ പിന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ അവർ മധ്യപ്രദേശിലാണ്, അപ്പോൾ അവിടെ നിന്നും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. അതിനൊന്നും പിന്നെ നമ്മളെ ഈ ഭയങ്കര തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഫോട്ടോയ്ക്കൊന്നും നിന്നില്ല. അവിടെ കുറേ നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഫുഡ് എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. എന്നാന്ന് പറയുക ഇത്തിരി തിരക്കും കാര്യമായിപ്പോയി. നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്നല്ലേ ചെല്ലണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നീട് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ആളുകൾ കൂടുതലായി കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് സമയത്തിന് ഇങ്ങോട്ട് തിരിച്ച് പുറപ്പെടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം എത്ര നേരത്തെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ ഇറങ്ങിയാലേ നമുക്ക് വൈകാതെ എത്തിച്ചേരാൻ പറ്റും. ഒരു 4-5 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പതുക്കെ നമ്മളൊന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലൊക്കെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അമ്പലത്തിൽ ഒന്ന് അകത്തേക്ക് കയറാനൊന്നും പറ്റിയില്ല. എന്നാന്ന് പറയുക ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് കയറാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ തൊഴുതിട്ടൊക്കെ പോന്നു. പിന്നെ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ നിറച്ചിങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഓരോന്ന് ഇങ്ങനെ കണ്ട് പോവുകയാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ആ വഴി ഇങ്ങനെ അതിൻ്റെ സൈഡിലുള്ള കടകളിലൊക്കെ കൃഷ്ണൻ്റെ രൂപങ്ങൾ, അതുപോലെ നമ്മുടെ മറ്റുള്ള ദൈവങ്ങളുടെയൊക്കെ ചെറിയ ഫോട്ടോസ്, പിന്നെ ഉണ്ട് നെൽക്കതിരുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ചില വ്ലോഗിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വിലയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. ഒരുപാട് നമ്മുടെ വിലയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വില ചോദിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും നമുക്ക് കുറഞ്ഞത് എനിക്കങ്ങനെ തോന്നിയത്. ഞാൻ ഓരോന്നിനും വില ഒരുപാടൊന്നും എടുത്തില്ല. മക്കൾക്ക് 2 മാല എടുത്തു.
പിന്നെ ഒരു രണ്ട് പേർക്കും വളയും എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കി നോക്കി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അധികം എനിക്ക് വില കൂടുതലായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെ അമ്പലത്തിൻ്റെ അപ്പോൾ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടു. ബാക്കി തിരിച്ചു പോണ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ടയേർഡായിരുന്നു, വണ്ടിയിൽ ഇരുന്ന് ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും